ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു. ഗുരുവായൂരപ്പന്റെ വൃന്ദാവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിലരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ, നീ എപ്പോഴും എന്തിനാണ് ഈ കൃഷ്ണന്റെ നാമം ചൊല്ലുന്നത്, എപ്പോഴും ഈ കൃഷ്ണന്റെ പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഭക്തിയോടെയും സ്നേഹത്തോടെയും വിളിച്ചാൽ മാത്രമാണ് ഭഗവാൻ കേൾക്കുള്ളൂ, അല്ലാതെ വെറുതെ ഈ കൃഷ്ണന്റെ നാമം വിളിച്ചിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ശരിക്കും ഭഗവാൻ ഭക്തിയോടെയും സ്നേഹത്തോടെയും മാത്രം വിളിച്ചാലാണോ വിളി കേൾക്കുള്ളൂ? ചില നിരീശ്വരവാദികളൊക്കെ പറയും കൃഷ്ണന്റെ നാമം വിളിക്കരുത്, ഈ കൃഷ്ണൻ അങ്ങനെയാണ്, കൃഷ്ണൻ ഇങ്ങനെയാണ് എന്നൊക്കെ ചിലരൊക്കെ പറയും. അവര് തന്നെ ഒരു 10 പ്രാവശ്യം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമം വിളിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വരെ അനുഗ്രഹം ചൊരിയുന്ന ആളാണ് നമ്മുടെ ശ്രീകൃഷ്ണൻ. എന്തിനു പറയുന്നു, ശ്രീകൃഷ്ണന്റെ അമ്മാവനായിട്ടുള്ള കംസൻ ഭഗവാന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. ഭഗവാനെ ഏറ്റവും വെറുക്കുന്ന ഒരാളായിരുന്നു കംസൻ. ആ കംസൻ തന്നെ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചാണ്. ശ്രീകൃഷ്ണനെ എങ്ങനെ കൊല്ലാം, എങ്ങനെ ശ്രീകൃഷ്ണനെ ഓരോന്ന് ചെയ്യാം എന്നിങ്ങനെ എപ്പോഴും ദുഷ്ട മനസ്സോട് കൂടി ആണെങ്കിൽ കൂടി എപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ കൃഷ്ണനെ കുറിച്ചായിരുന്നു. അങ്ങനെയില്ല, ആ ദുഷ്ചിന്തയോട് കൂടി ആണെങ്കിൽ പോലും ആ ഭഗവാനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരുന്ന ആ ആളെ പോലും ഭഗവാൻ അനുഗ്രഹം നൽകി, ഭഗവാൻ മോക്ഷം കൊടുത്തു. അങ്ങനെയുള്ള ആളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അങ്ങനെയുള്ള ആ ഭഗവാന്റെ നാമം നമ്മൾ വെറുതെ ഇരിക്കുമ്പോ വെറുതെ വിളിച്ചാൽ പോലും ഭഗവാൻ അത് കേൾക്കും, ഭഗവാൻ നമ്മളെ രക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ഭഗവാന്റെ പേര് വിളിച്ചുകൊണ്ടിരുന്ന ഒരു സാധുവായിട്ടുള്ള ഒരു കർഷകന്റെ കഥ നമുക്ക് കേട്ടു നോക്കാം. ഒരിക്കല് ഒരു ഗ്രാമത്തില് ഒരു പാവപ്പെട്ട ഒരു സാധുവായിട്ടുള്ള ഒരു കർഷകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഏക ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. അദ്ദേഹം ചെറിയ തോതില് കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു സാധുവായിട്ടുള്ള ഒരു കർഷകനായിരുന്നു. അങ്ങനെ അദ്ദേഹം പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരിക്കല് അദ്ദേഹം ധാന്യം വിൽക്കാനായി പോയ സമയത്ത് ഒരാള് കൃഷ്ണ കൃഷ്ണ എന്നുള്ള നാമം ചൊല്ലുന്നത് അദ്ദേഹം കേൾക്കാണ്. പിന്നീട് അതിനുശേഷം അദ്ദേഹം ചെയ്യുന്നത് കണ്ട് ഇദ്ദേഹവും ആ കൃഷ്ണ കൃഷ്ണ എന്നുള്ള നാമം ചൊല്ലി തുടങ്ങാണ്. വലിയ ഭക്തിയോടെയും സ്നേഹത്തോടെയും ഒന്നുമല്ല ഭഗവാന്റെ നാമം വിളിക്കുന്നെങ്കിലും അദ്ദേഹത്തിന് അതൊരു ശീലമാവാണ്. ഭഗവാന്റെ നാമം വിളിക്കുമ്പോൾ ജോലിയുടെ ഭാരവും ഒക്കെ കുറയുന്നതായിട്ടും ഒരു ആശ്വാസം തോന്നുന്നതായിട്ടും അദ്ദേഹത്തിന് തോന്നുകയാണ്. പിന്നീട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമം ചൊല്ലുന്നത് അദ്ദേഹത്തിന്റെ ഒരു ശീലമായി മാറുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഗ്രാമത്തില് ക്ഷാമം ഉണ്ടാവുകയാണ്. എല്ലാവരും ദാരിദ്ര്യ അവസ്ഥ അനുഭവിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൃഷിയില് പലതരത്തിലുള്ള നഷ്ടങ്ങളും കഷ്ടതകളും ഒക്കെ ഉണ്ടാവുകയാണ്. അപ്പോ ഇതറിയുന്ന അദ്ദേഹം ഒരു ജ്യോത്സ്യനെ കാണാനായി തീരുമാനിക്കുകയാണ്. ഒരു ജ്യോത്സ്യനെ കണ്ട് ജാതകം ഒക്കെ നോക്കിച്ച് എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിക്കുകയാണ് അദ്ദേഹം. അങ്ങനെ അടുത്ത ഗ്രാമത്തില് ഒരു പ്രശസ്തനായ ഒരു ജ്യോത്സ്യൻ ഉണ്ടെന്നും അദ്ദേഹം നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തി തരുമെന്നും അദ്ദേഹം അറിയാണ്. അങ്ങനെ അതിനുശേഷം അദ്ദേഹം ആ ജ്യോത്സ്യനെ കാണാനായി തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ജ്യോത്സ്യനെ കാണാനായിട്ട് അദ്ദേഹം പോവുകയാണ്. അങ്ങനെ ആ ജ്യോത്സ്യനെ കണ്ട് അദ്ദേഹം ജാതകമൊക്കെ കൊടുത്ത് അതിനുശേഷം ഈ ജ്യോത്സ്യൻ കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ ജാതകമൊക്കെ നോക്കും. അതിനുശേഷം ആ ജ്യോത്സ്യൻ ഇദ്ദേഹത്തിനോട് പറയും, എനിക്ക് ഇപ്പൊ ചെറിയ തിരക്കുണ്ട്, അപ്പോൾ അങ്ങ് ഇപ്പൊ പോയിട്ട് അടുത്ത ആഴ്ച വരും, ഞാൻ കാര്യമായിട്ട് എല്ലാം പറഞ്ഞു തരാമെന്ന് ആ ജ്യോത്സ്യൻ ഇദ്ദേഹത്തിനോട് പറയാണ്. അത് കേട്ട കർഷകൻ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഒരാഴ്ച കഴിഞ്ഞ് ഈ കർഷകൻ തിരിച്ചു വരുമ്പോ ജ്യോത്സ്യൻ ഇദ്ദേഹത്തിനെ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്, ആശ്ചര്യത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം ഇരുന്നിരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോ കർഷകൻ ഈ ജ്യോത്സ്യനോട് ചോദിക്കും, അങ്ങ് എന്താണ് എന്നെ അത്ഭുതത്തോടു കൂടി നോക്കുന്നത്? അങ്ങക്ക് എന്നെ ഓർമ്മയില്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു. അപ്പോ അങ്ങ് പറഞ്ഞു, അമ്മയ്ക്ക് കുറച്ച് തിരക്കുള്ളതിനാൽ തന്നെ അങ്ങ് പറഞ്ഞു എന്നോട് പോയിട്ട് അടുത്ത ആഴ്ച വരാൻ പറഞ്ഞിരുന്നു. അങ്ങ് എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇത് കേൾക്കുന്ന ജ്യോത്സ്യൻ പറയാണ്, ഞാന് അങ്ങേ മറന്നാലല്ലേ ഓർക്കേണ്ട ആവശ്യമുള്ളൂ, ഞാൻ അങ്ങേ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. അങ്ങ് ഇപ്പൊ എങ്ങനെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ജ്യോത്സ്യൻ. ഇതൊക്കെ കേട്ട് ആ കർഷകൻ ജ്യോത്സ്യനോട് ചോദിക്കും, അങ്ങ് എന്താണ്, അങ്ങക്ക് എന്ത് പറ്റി, എന്തിനാണ് ഇങ്ങനെ എന്നെ അത്ഭുതത്തോട് നോക്കുന്നതും ഇങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ആ കർഷകൻ ജ്യോത്സ്യനോട് ചോദിക്കും. അപ്പോ ജ്യോത്സ്യൻ പറയും,
അങ്ങ് എങ്ങനെയാണ് ഇവിടെ എത്തി നിൽക്കുന്നത് എന്നെനിക്ക് അറിയാൻ വളരെയധികം ആകാംക്ഷയുണ്ട്. അങ്ങ് ഇവിടുന്ന് പോയതിനു ശേഷമുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും വിടാതെ എനിക്ക് പറഞ്ഞു തരാമോ എന്ന് ആ ജ്യോത്സ്യൻ കർഷകനോട് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന കർഷകൻ എല്ലാം അതിനുശേഷം നടന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജ്യോത്സ്യനെ വർണ്ണിച്ചു കൊടുക്കുകയാണ്. ഞാന് ഇവിടുന്ന് പോയതിനു ശേഷം 2 ഗ്രാമങ്ങളുടെയും നടുക്കുള്ള കാട്ടിലെത്തിയപ്പോ ആകാശമൊക്കെ ഇരുണ്ടിരിക്കുന്നത് കണ്ടപ്പോ എനിക്ക് മഴ പെയ്യെന്ന് തോന്നി. അപ്പോ നനയുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ എവിടെയെങ്കിലും തണലുണ്ടോ എന്ന് നോക്കി. അപ്പോഴാണ് ഞാൻ അവിടെ ഒരു പഴയ മണ്ഡപം കാണുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെന്നു. അതിനകത്ത് കയറിയപ്പോ അവിടെ ആൾതാമസം ഒന്നും ഇല്ലാന്നും അതൊരു പഴയ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന പൂജകളൊന്നും നടക്കാത്ത ഒരു പഴയ ക്ഷേത്രമാണെന്നും എനിക്ക് മനസ്സിലാവുകയാണ്. ദൂരെ അവിടെ കർമ്മങ്ങളൊന്നും ചെയ്യാതെ പൂജയൊന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം ഞാൻ കാണുകയാണ്. ഞാൻ ഈയിടെയായിട്ട് എപ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമം ചൊല്ലുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണോ എന്ന് അറിയില്ല, എനിക്ക് ആ ഒരു ശ്രീകൃഷ്ണ ശിലയോട് എന്തെന്നില്ലാത്തൊരു ആകർഷണം തോന്നുകയാണ്. അത് കണ്ട് ഞാൻ ആ ശ്രീകൃഷ്ണ വിഗ്രഹത്തിനെ നോക്കുകയും എടുക്കുകയും ചെയ്യുകയാണ്. അത് കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ആവശ്യത്തിനുള്ള കാശും പണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ശ്രീകൃഷ്ണന് ഒരു അമ്പലം പണിത് കൊടുക്കാമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ആ ശ്രീകൃഷ്ണന് പഴയ പോലെ തന്നെ പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യണം എന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം തോന്നുകയാണ്. പക്ഷേ എൻ്റെ കയ്യിൽ പൈസയും പണവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ നിസ്സഹായനായിരുന്നു. എങ്കിലും എൻ്റെ മനസ്സിൽ ഭഗവാൻ ശ്രീകൃഷ്ണന് പൂജ ചെയ്യണമെന്നും എല്ലാം കഴിഞ്ഞ് ഭഗവാന് കുംഭാഭിഷേകം ചെയ്യണമെന്നൊക്കെയുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഞാൻ മാനസികമായി ഭഗവാൻ ശ്രീകൃഷ്ണന് ഒരു ക്ഷേത്രം കെട്ടിക്കൊടുക്കുന്നത് ആലോചിച്ചു. മനസ്സുകൊണ്ട് ഞാൻ ഭഗവാന്റെ ക്ഷേത്രം വളരെ ഭംഗിയാക്കി. ഞാന് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, ഭഗവാൻ ശ്രീകൃഷ്ണന് വലിയ ഒരു ക്ഷേത്രം പണിത് കൊടുക്കുകയും അവിടെ ഭഗവാനെ നല്ല ഭംഗിയില് അലങ്കരിച്ച് പട്ട് വസ്ത്രങ്ങളൊക്കെ ഉടുപ്പിച്ച് ഭഗവാനെ കളഭമൊക്കെ ചാർത്തി ഭഗവാനെ അലങ്കരിക്കുന്നതും അതിനുശേഷം ഭഗവാൻ ദീപം കൊണ്ട് ആരാധനയൊക്കെ ചെയ്ത് വേണ്ട രീതിയിലുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് നിവേദിച്ച് അമ്പലത്തിന് ചുറ്റും ദീപങ്ങളൊക്കെ കൊളുത്തി ഭഗവാനെ അങ്ങനെ അലങ്കരിച്ച് പൂജിച്ച് അങ്ങനെ നിൽക്കുന്നതായിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഭഗവാന് എല്ലാത്തിനു ശേഷം കുംഭാഭിഷേകം ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ നല്ല ഭംഗിയിൽ തന്നെ ഞാൻ മനസ്സിൽ ഭഗവാന് വേണ്ടിയുള്ള പൂജ കഴിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുകയാണ്. ഇത് കഴിഞ്ഞ് എല്ലാത്തിനും ശേഷം എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദം ഞാൻ കേൾക്കാണ്. അത് കേട്ട് ഞാൻ മുകളിലേക്ക് നോക്കിയതും കൊത്താനായി പത്തയൊക്കെ വിടർത്തി നിൽക്കുന്ന രീതിയിലുള്ള ഒരു സർപ്പത്തിനെ കാണുകയാണ്. ആ സർപ്പത്തിനെ കണ്ടതും ഞാൻ ആ മണ്ഡപത്തിന്റെ പുറത്തേക്ക് ഓടിപ്പോയി. ഞാൻ ആ ഇറങ്ങിയതിന് ശേഷം അപ്പോ തന്നെ ആ മണ്ഡപമാകെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണ് പോകുകയാണ്. ഞാൻ ഒരു നിമിഷം മുമ്പ് വരെ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിന്റെ ഇടയിൽ പെട്ട് മരിച്ചു പോയേനെ. അതിനുശേഷം മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി പോകുകയും ചെയ്തു എന്ന് അദ്ദേഹം അങ്ങനെ എല്ലാം അതിനുശേഷം നടന്നതായിട്ട് എല്ലാ കാര്യങ്ങളും വൃത്തിക്ക് വർണ്ണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ കേട്ട് ജ്യോത്സ്യൻ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി കണ്ണും നിറഞ്ഞ് അദ്ദേഹത്തിന്റെ കാൽക്കല് വന്ന് വീഴാണ്. അപ്പോ കർഷകൻ ഇതൊന്നും മനസ്സിലാവാത്ത രീതിയിൽ അദ്ദേഹം ആ ജ്യോത്സ്യനെ പിടിച്ച് എഴുന്നേൽപ്പിക്കും. എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കും, അങ്ങ് എന്തിനാണ് എന്റെ കാൽക്കല് വീണ് കരയുന്നത്? അങ്ങക്ക് എന്ത് യോഗ്യതയാണ്? എന്റെ കാലിൽ വീഴാൻ അങ്ങ് യോഗ്യനല്ല, എനിക്ക് അതിനുള്ള യോഗ്യതയില്ല എന്ന് അദ്ദേഹം പറയാണ്. ഇതൊക്കെ കണ്ടതിന് ശേഷം ആ കണ്ണ് നിറഞ്ഞ് അത്ഭുതത്തോടു കൂടെ നിൽക്കുന്ന ആ ജ്യോത്സ്യൻ ഇദ്ദേഹത്തിനോട് പറയാണ്, ഞാന് അങ്ങയുടെ ജാതകം നോക്കിയപ്പോ അങ്ങ് ഒരാഴ്ചക്കുള്ളിൽ മരിച്ചു പോകുന്നതായിട്ട് അതിൽ കണ്ടു. അപ്പൊ ഞാൻ ഇതിനുള്ള പരിഹാരം നോക്കിയപ്പോ ഭഗവാൻ ശ്രീകൃഷ്ണന് ഒരു ക്ഷേത്രം പണി കഴിച്ച് കുംഭാഭിഷേകം നടത്തുക എന്നുള്ളതായിരുന്നു ഇതിന്റെ പരിഹാരം. അങ്ങ് എന്നെ കാണാൻ ഇവിടെ വന്നത് തന്നെ ക്ഷാമവും ദരിദ്രാവസ്ഥയും ഒക്കെ കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള അങ്ങക്ക് എങ്ങനെയാണ് ശ്രീകൃഷ്ണന് ഒരു ക്ഷേത്രം പണി കഴിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചു. അപ്പൊ അതിന് എനിക്ക് പ്രത്യേകിച്ച് പരിഹാരങ്ങളൊന്നും വേറെ കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ആ മരണ വിവരം അറിയിച്ച് അങ്ങയെ പേടിപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് പോയി ഒരാഴ്ച കഴിഞ്ഞ് വരാനായി ഞാൻ പറഞ്ഞത്. അങ്ങ് ഇപ്പൊ ഇതാ ഭഗവാൻ ശ്രീകൃഷ്ണന് മാനസികമായി ഒരു ക്ഷേത്രം പണി കഴിച്ചു കൊടുത്തിരിക്കുന്നു. അതില് ഭഗവാൻ ശ്രീകൃഷ്ണൻ അതീവ സന്തുഷ്ടനും സംതൃപ്തനുമായിരിക്കുന്നു. അങ്ങയുടെ ആ കൃഷ്ണനാമം എപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്നുള്ള നാമം അങ്ങയെ രക്ഷിച്ചിരിക്കുന്നു. ഇത്രയും വലിയൊരു കൃഷ്ണ ഭക്തനെ കണ്ട്
അത്ഭുതത്തോടെയാണ് ഞാൻ അങ്ങയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചത്. എല്ലാം ഭഗവാന്റെ അനുഗ്രഹമായി കാണൂ. ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങിപ്പോ രക്ഷപ്പെട്ടിരിക്കുന്നത്, ഇപ്പൊ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ ആ ജ്യോത്സ്യൻ ആ കർഷകനോട് പറയാണ്. ഇത് കേട്ട ആ കർഷകനും അത്ഭുതത്തോടു കൂടി ഭഗവാൻ ശ്രീകൃഷ്ണനെ ആ ഭക്തിയോടുകൂടി വിളിക്കുകയാണ്. അദ്ദേഹം ആ ഭഗവാന്റെ നാമം വിളിച്ചു തുടങ്ങുന്നത് ഒരു ഭക്തിയോ സ്നേഹമോ പ്രേമമോ ഒന്നും ഇല്ലാതെയായിരുന്നു. അങ്ങനെയല്ല, വെറുതെ ഭഗവാന്റെ നാമം വിളിച്ചിട്ട് കൂടി അദ്ദേഹത്തിനെ രക്ഷിക്കാനായി ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇദ്ദേഹം വലിയൊരു കൃഷ്ണഭക്തനായി തീർന്നിരിക്കുന്നു. ഭഗവാൻ അങ്ങനെയാണ്. ആ കാരുണ്യ പാൽക്കടലായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമം ആര് അറിഞ്ഞോ അറിയാതെയോ വിളിച്ചാൽ അവരെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ എന്തായാലും കൂടെ ഉണ്ടാവും. നമ്മള് ആ മനസ്സറിഞ്ഞ് ആ ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സ് സർവവും ശരണാഗതി പ്രാപിച്ചാൽ എല്ലാം ഭഗവാന്റെ ആ പൊന്ന് കാൽപാദങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാല് പിന്നെ ഒരു കാരണം വെച്ചാലും നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. എല്ലാം ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ നോക്കിക്കോളും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയല്ല, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പൊന്ന തൃപ്പാദങ്ങൾ മുറുക്കി പിടിച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും. ഭഗവാനില് വിശ്വാസവും പ്രതീക്ഷയും എല്ലാം ഉറപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ചോളൂ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവം കൃഷ്ണാർപ്പണമസ്തു.